പ്ലാസ്റ്റിക് ഗ്ലാസ് കുപ്പികളിൽ മദ്യം വാങ്ങുന്നവരുടെ പക്കൽ നിന്നും സെപ്റ്റംബർ മുതൽ 20 രൂപ അധികമായി ഈടാക്കും. പക്ഷെ പേടിക്കേണ്ട, അത് നിങ്ങൾക്ക് തിരികെ കിട്ടും. കുപ്പി നൽകിയാൽ മതി. ഇത് അധികമായിട്ട് ഈടാക്കുന്നതല്ല എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിക്ഷേപമാണ്. നിക്ഷേപമായി ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങുന്നു. കുപ്പി തിരിച്ചെത്തിച്ചാൽ ഈ പൈസ തിരിച്ചു കൊടുക്കും. അതാത് ഔട്ട്ലെറ്റുകളിൽ തിരിച്ചെത്തിക്കണം. ക്ലീൻ കേരള കമ്പനിയുമായി ചേർന്നിട്ട് പൈലറ്റ് ആരംഭിക്കും. തിരുവനന്തപുരം, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് പൈലറ്റ് ആരംഭിക്കുക. ജനുവരി മാസത്തോടുകൂടി പൂർണ്ണമായിട്ടും ഇത് സംസ്ഥാന വ്യാപകമായിട്ട് നടപ്പാക്കും. മദ്യക്കുപ്പികൾ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ബെവ്കോയുടെ കണ്ടെത്തൽ. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ പ്രാവർത്തികമായ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ തീരുമാനം കേരളത്തിൽ കൊണ്ടുവരുന്നത്. 4 ഏജൻസികൾ, ബെവ്കോ, ക്ലീൻ കേരള കമ്പനി, എക്സൈസ്, ശുചിത്വ മിഷൻ, 4 ഏജൻസികളുടെ പ്രതിനിധികൾ തമിഴ്നാട്ടിൽ ഇത് നടപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് വിശദമായി പഠിച്ച ശേഷമാണ് നമ്മൾ ഇവിടെ നടപ്പാക്കുന്നത്. കുടിച്ച ശേഷം കുപ്പി കളയണ്ട. തിരികെ ഏത് ബിവറേജിൽ നിന്നാണോ വാങ്ങിയത് അവിടെ എത്തിച്ചാൽ മതി. പക്ഷേ ഈ സ്റ്റിക്കർ നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഒരു ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങി വേറൊരു സ്ഥലത്ത് വളരെ ദൂരെ പോയിട്ടാണ് കഴിക്കുന്നത് എങ്കിൽ അവർക്ക് ചിലപ്പോൾ നഷ്ടം വരും. തിരിച്ചുപിടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് എല്ലാം നോക്കിയതൊന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം ഭാവിയിൽ നമുക്ക് ഏത് ഔട്ട്ലെറ്റിൽ കൊടുത്താലും റീഫണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നടപ്പാക്കും. അത് ആലോചിക്കും. അതുപോലെ 800 രൂപയ്ക്ക് മുകളിൽ വിലയുള്ള മദ്യം ഇനി ഗ്ലാസ് കുപ്പികളിൽ മാത്രമേ ലഭിക്കൂ. 800 രൂപ വില വരുന്നതിന് മുകളിലുള്ള എല്ലാ ബോട്ടിലുകളും ഗ്ലാസ് ബോട്ടിലുകളാക്കി മാറ്റും. ആളുകളുടെ ബുദ്ധിമുട്ടൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ബെവ്കോ എല്ലാ ജില്ലകളിലും ഒരു സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റ് ആരംഭിക്കണം എന്ന് തീരുമാനിച്ചിരുന്നു. ആദ്യത്തേത് ഓഗസ്റ്റ് 5-ന് തൃശ്ശൂരിൽ ആരംഭിക്കുകയാണ്. പ്രായോഗികമായ പല പ്രശ്നങ്ങളും ഈ തീരുമാനത്തിലുണ്ട്. ഒരാൾക്ക് എത്ര കുപ്പി കൊണ്ടുവരാം? ഒരുപാട് കുപ്പി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെല്ലാം 20 രൂപ കിട്ടുമോ? ഈ കൊണ്ടുവരുന്ന കുപ്പികൾ എവിടെ സൂക്ഷിക്കും? തുടങ്ങി പല പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനാവശ്യമായ ക്രമീകരണം ഉണ്ടാക്കും. ഇത് നടപ്പാക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അതിന് ക്രമീകരണം ഉണ്ടാവണമല്ലോ. അതുണ്ടാക്കും. എത്ര കുപ്പിയും കൊണ്ടുവരാം. അത് കുടിക്കുന്നവർക്ക് മാത്രമേ കൊണ്ടുവരാവുന്നില്ല, ആർക്കും കൊണ്ടുവരാം. കാരണം ഈ സ്റ്റിക്കർ വേണം അതിനകത്ത്. അതുണ്ടെങ്കിൽ 20 രൂപ തിരിച്ചു കിട്ടും. അതിനിടയ്ക്ക് ഈ തിരികെ എത്തുന്ന മദ്യക്കുപ്പികൾ കളക്ട് ചെയ്യുന്നതിന് ജീവനക്കാരെയും നിയോഗിക്കണം. ഇതെല്ലാം ആശങ്കയാണ്. നമുക്ക് മദ്യവെക്കുന്നവരെ ദ്രോഹിക്കുക എന്നുള്ള ഉദ്ദേശമേ ഇല്ല. മറിച്ച് ഈ പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയപ്പെടുന്നത് ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സാധ്യതയും നോക്കുമെന്ന് പറഞ്ഞത്. ഏത് ഔട്ട്ലെറ്റിലും കൊടുക്കാവുന്ന സാധ്യതയും നോക്കും. തമിഴ്നാട്ടിൽ വിജയിച്ച മാതൃകയാണെന്ന് മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇതിന് പ്രായോഗിക തലത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ട്. അത് പരിഹരിച്ച് വേണം മുന്നോട്ട് പോകാൻ. പ്രേംശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.